ട്രംപിന്റെ സൗഹൃദം കള്ളം. ട്രംപ് മോദി സൗഹൃദം, അതിന്റെ ഊഷ്മളത, ഇതൊക്കെ നമ്മൾ പല തവണ അവർ തമ്മിലുള്ള മീറ്റിംഗുകളിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ട്രംപിന് ഈ വിധത്തിലുള്ള യാതൊരു സൗഹൃദവുമില്ല. മാത്രവുമല്ല, ട്രംപ് നമ്മുടെ ശത്രുപക്ഷത്താണോ എന്ന് കൂടി തോന്നിപ്പോകും. കഴിഞ്ഞ ദിവസമാണ് 25% അധിക നികുതി, ഒപ്പം തന്നെ പിഴയും ഉൾപ്പെടെ ഇന്ത്യക്കുമേൽ ചുമത്തിയത് ട്രംപ്. അതിന്റെ ഒരു ഞെട്ടൽ മാറുമുൻപാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ടുള്ള ചില നീക്കങ്ങൾ ട്രംപ് നടത്തുന്നത്. അവിടുത്തെ എണ്ണപ്പാടങ്ങൾ സമുഷ്ടീകരിക്കാനും മറ്റും തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള കരാറുകളിൽ ഏർപ്പെടുന്നു. മാത്രവുമല്ല, ഇന്ത്യക്ക് ഭാവിയിൽ അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കേണ്ടി വരും എന്ന ഒരു കാര്യം കൂടി ട്രംപ് പറയുകയാണ്. എന്തായാലും ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാകിസ്ഥാന്റെ എണ്ണശേഖരം വികസിപ്പിക്കാൻ സഹായിക്കാമെന്ന പ്രഖ്യാപനവുമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനായി ഒരു വ്യാപാര കരാറിൽ ഒപ്പിട്ടതായാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഈ നീക്കം ഒടുവിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിലേക്ക് നയിച്ചേക്കാമെന്നാണ് ട്രംപ് പറഞ്ഞത്. പാകിസ്ഥാനുമായി തങ്ങളൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതുപ്രകാരം ഇരു രാജ്യങ്ങളും ചേർന്ന് പാകിസ്ഥാന്റെ എണ്ണശേഖരം വർദ്ധിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യ അവിടെ നിന്ന് എണ്ണ മേടിക്കേണ്ടി വരും എന്നത് ട്രംപ് സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് എണ്ണ ഒരായുധമായി ട്രംപ് ഉപയോഗിക്കുന്നു എന്ന് നോക്കിയാൽ, ട്രംപിന്റെ നിർദ്ദേശം മറികടന്നുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഇന്ത്യ ഇപ്പോഴും തുടരുന്നത്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന ഇടപെടലുകൾക്ക് മറുപടിയായിക്കൊണ്ട് അവിടെ നിന്ന് റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്ന സന്ദേശം ട്രംപ് ലോകരാഷ്ട്രങ്ങൾക്ക് നൽകിയിരുന്നതാണ്. പക്ഷേ അത് വകവെക്കാതെ നമ്മൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടരുന്ന സാഹചര്യമാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തീരുവ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ എണ്ണയുടെ വിഷയത്തിൽ തന്നെ പാകിസ്ഥാനുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യക്ക് രണ്ടാമതും തിരിച്ചടി നൽകാനാണ് ട്രംപ് ശ്രമിച്ചിരിക്കുന്നത്. US പാകിസ്ഥാൻ ഊർജ്ജ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഭരണകൂടം നിലവിൽ തെരഞ്ഞെടുക്കുകയാണ് എന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. നമുക്കറിയാം, തീരുവ ആഘാതം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാനുമായി ചേർന്ന് ഒരു വ്യാപാര കരാർ ഏർപ്പെടുന്നു എന്നത് മാത്രമല്ല, ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന തരത്തിൽ ഒരല്പം പരിഹാസം കൂടി കലർന്നുകൊണ്ടാണ് ട്രംപ് ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഈ വ്യാപാര തീരുവ അത് ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്നത് നമുക്കറിയാവുന്നതാണ്. ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയുമാണ് ഇന്നു മുതൽ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അധിക തുക എന്നത് സംബന്ധിച്ച് ഒരു കൃത്യത പോലുമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആഘാതം, ഈ പിഴ തുക എത്ര പെർസെൻറ്റേജ് എന്നറിയാത്തത് കൊണ്ട് തന്നെ അതിന്റെ ആഘാതം എത്രയെന്നിപ്പോൾ ഇന്ത്യക്ക് കാൽക്കുലേറ്റ് ചെയ്യുക പോലും പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും US-ഉമായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് പറയുന്നത്. സൗഹൃദ രാഷ്ട്രമാണ് ഇരു രാഷ്ട്രങ്ങളും എന്നത് ട്രംപും ആവർത്തിക്കുന്നു. പക്ഷേ ആ സൗഹൃദം കൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടത്ര ഗുണങ്ങളില്ല എന്നതാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതാണ് സൗഹൃദത്തിൽ അമേരിക്കയോട് ഇന്ത്യ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വ്യാപാരം മാത്രമേ ഇന്ത്യയുമായി നടത്താനായിട്ടുള്ളൂ എന്ന് ട്രംപ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേട്ടവും തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നതും ട്രംപ് പറയുന്നു. അപ്പോൾ മാഗ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിന്റെ എല്ലാ ട്വീറ്റും അവസാനിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ട്രംപിന് ഇന്ത്യയുമായുള്ള കച്ചവടത്തിൽ വലിയ നേട്ടമൊന്നുമില്ല എന്ന ബോധ്യമാണ് ഇപ്പോൾ ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യക്ക് എന്ന് തന്നെ പറയാം. നമുക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്തുമ്പോൾ തന്നെ നമ്മുടെ കയറ്റുമതി വലിയ രീതിയിൽ കുറയുന്ന സാഹചര്യം ഉണ്ടാകും. അത് നമ്മുടെ വിപണിയെ ബാധിക്കും, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ സാഹചര്യമൊക്കെ ഇരിക്കുമ്പോഴാണ്, മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ട്രംപിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അത് രൂപയുടെ മൂല്യത്തെ ബാധിച്ചിരുന്നു. രൂപയുടെ മൂല്യം ഇടിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന തീരുമാനങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനും പുറമെയാണ് ഇപ്പോൾ പാകിസ്ഥാന് കൈകൊടുക്കുകയും അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ പരിഹസിക്കുകയും കൂടി ചെയ്യുന്ന തരത്തിൽ ഈ വിഷയങ്ങളിൽ ട്രംപ് അഭിപ്രായം പറയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.